റോഷ്നി വെങ്കി ഗുഡ് മോർണിംഗ്. ആദ്യത്തെ കമന്റ് ഇട്ടത് സന്തോഷമാണെങ്കിൽ ആദ്യത്തെ ലൈവ് റഹീസ് ആണെന്നൊക്കെ പറയായിരുന്നു ഒരു ബൂസ്റ്റിന്. പോട്ടെ, ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ ഈ കടയിൽ നിന്നൊരു ബൂസ്റ്റ് കുടിക്കാം അല്ലേ? ആവട്ടെ. ഇന്ന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വെങ്കി, വെയിറ്റ്. ബൂസ്റ്റോ ഹോർലിക്സോ ഏതാണെന്ന് വെച്ചാൽ ചാർജ് ആയിക്കോളൂ റഹീസ്. നമുക്കെന്തായാലും ഈ രക്തസാക്ഷിത്വ ദിനാചരണം KPCC എങ്ങനെയായിരിക്കും കൊണ്ടാടുക? ഇന്ന് ഈ രക്തസാക്ഷിത്വ ദിനാചരണവുമായി ബന്ധപ്പെട്ട് രണ്ട് പരിപാടികളാണുള്ളത്. ഒന്ന് KPCCയിൽ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ പരിപാടികളുണ്ട്. KC വേണുഗോപാലുണ്ട്, AK ആൻ്റണി ഉണ്ട്, K സുധാകരനുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയുണ്ട്. ഇന്ന് KC വേണുഗോപാലിന് എന്തോ കിട്ടിയതുപോലെയാണ് കോൺഗ്രസ്സുകാരുടെ പരിപാടി. ഇന്ന് 5 പരിപാടി രാവിലെ തൊട്ട് ഉച്ചവരെ വിവിധ പരിപാടികൾ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കിട്ടിയ അവസരത്തിൽ എല്ലാവരും പിടിച്ച് ഉദ്ഘാടകനാക്കിയതാണ് എന്ന് തോന്നുന്നു. അതിൽ പ്രധാനപ്പെട്ട പരിപാടിയാണ് രക്തസാക്ഷിത്വ ദിനം. പിന്നെ DCCയുടെ വാർ റൂം തുറക്കുന്ന പരിപാടിയുണ്ട്. മറ്റ് 2-3 പരിപാടികൾ കൂടി KPCCയുടെ ഭാഗത്തുണ്ട്. മറ്റൊന്ന് ഈ മെൻസ് അസോസിയേഷൻ്റെ ഒരു ടീം, രാഹുൽ ഈശ്വറും മറ്റും ഉള്ള ഒരു കഴിഞ്ഞ കുറേ ദിവസമായി പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് ചില ചർച്ചകളും മറ്റും ഉണ്ടല്ലോ. അവരുടെ ഇന്നൊരു പരിപാടിയുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ പാലഭിഷേകം നടത്തുന്നുണ്ട് അവർ. അതുമായി ബന്ധപ്പെട്ട് ചില എതിർപ്പുകളും ഉണ്ട് എന്നാണ് ഇന്നലെ മ്യൂസിയം പോലീസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഗാന്ധി പ്രതിമയിൽ എന്തിനാണ് പുഷ്പാർച്ചനയൊക്കെ നടത്താം, പാലഭിഷേകം നടത്തുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത മിനിറ്റിൽ നോക്കാം. മറ്റ് പ്രധാനപ്പെട്ട വാർത്ത, ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട അലയൊലികൾ അവസാനിച്ചിട്ടില്ല. അത് ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇന്നലെ ആണെങ്കിൽ ക്യാബിനറ്റ് നോട്ട് പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുന്നു. അതിനുശേഷം MP രാജേഷ്, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, സൈറ്റിൽ കിടക്കുന്ന ഒരു കുറിപ്പാണ്, അതെടുത്തിട്ട് പുറത്തു വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞു വന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട 1-2 പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ തന്നെ അടുത്ത ബുള്ളറ്റിനുകളിൽ ബ്രേക്ക് ചെയ്യാനും നിൽക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇതിലെന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, അതായത് ഇത് നമ്മുടെ റെയിൽ ഓവർ ബ്രിഡ്ജിന്റെ അവിടുത്തെ കടയല്ലേ റഹീസ്? സ്ഥിരം വരാറുണ്ടല്ലേ? അതെ, ഞാൻ ട്രിവാൻഡ്രത്തുള്ളപ്പോൾ നമ്മളൊരു സ്ഥിരം കടയായിരുന്നു അത്. ഇത്ര രാവിലെ തന്നെ ഇത്രയധികം പലഹാരങ്ങൾ എങ്ങനെ റെഡിയായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പാൽ കേക്ക്, ഡോണറ്റ്, ബനാന കേക്ക്, കോഴക്കുട്ട, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകത, തിരുവനന്തപുരത്ത് കുറേ കാസർഗോഡുകാരുടെ കട ഇപ്പോൾ കുറേ ആയിട്ട് ചായക്കടകൾ വന്നിട്ടുണ്ടല്ലേ? കാസർഗോഡ് കുറേ ചായക്കട ഉണ്ടായിരുന്നു. നിങ്ങൾ കാസർഗോഡ് എവിടെയാണ്? ഞാൻ കുമ്പള. കൂടെ നിൽക്കുന്നവരൊക്കെ നിങ്ങൾ കാസർഗോഡ് തന്നെയാണ്? കാസർഗോഡ് മഞ്ചേശ്വരം. പിന്നെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നല്ല അടിപൊളി പോകുന്നുണ്ട്. എത്ര മണിക്ക് തുറക്കും? നമ്മൾ ഫുൾ ടൈം ഓപ്പൺ ആണ്, അടക്കാറില്ല കട. സംഭവം റോഷ്നിക്ക് മനസ്സിലായല്ലോ എന്താണ് ഇവിടെ ഇത്ര സാധനം. 24 hour കടയാണ്. ഏത് സമയത്ത് എപ്പോൾ വന്നാലും ഈ പഴക്കേക്കും വെട്ടുകേക്കും ഒക്കെ ഇവിടെ വന്ന് കഴിക്കാം. അതായത് റഹീസ് ലൈവുകളിൽ വരുന്ന ദിവസം ഒക്കെ ചായക്കടയുടെ മുമ്പിൽ നിന്നാണ്. അത് ഞങ്ങൾക്കും ഒരു ഊർജ്ജമാണ് കേട്ടോ. ഈ തലസ്ഥാനത്ത് വന്നേ മലബാറുകാരൊക്കെ അങ്ങനെ കട തുറന്ന് അവരിങ്ങനെ രാവിലെ തന്നെ ആഘോഷിക്കുകയാണ്, ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. എന്തായാലും റഹീസ് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുന്നു, ബ്രൂവറിയിൽ ഇന്ന് ബ്രേക്കിംഗ് ഉണ്ടാകുമെന്ന് റഹീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ കൂടുതൽ വാർത്തകളിലേക്ക് കടക്കുകയാണ്. നല്ലൊരു ദിനം ആശംസിക്കുന്നു റഹീസ്. വെങ്കി, ബ്രൂവറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു രഹസ്യ രേഖയല്ലെന്ന് MP രാജേഷ് പറയുന്നുണ്ടെങ്കിലും ഇത് ചെറിയ സർക്കാരിന് ഒരു തിരിച്ചടിയൊക്കെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഇന്നലെ VD സതീശൻ അത് വിശദീകരിക്കുന്നുണ്ട്, വകുപ്പുകളെ അറിയിച്ചിട്ടില്ല എന്നുള്ളത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. കാരണം ഈ കൃഷി വകുപ്പാണെങ്കിലും വകുപ്പാണെങ്കിലും ഒക്കെ ആ വകുപ്പുകളെ ഈ ചർച്ച ചെയ്തിട്ടില്ല, ഈ വിഷയം അവരുമായി ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ അതിനെങ്ങനെ ഇനി കൂടുതൽ പ്രതിരോധിച്ച് നിൽക്കും സർക്കാർ എന്നുകൂടിയാണ് നമുക്കറിയേണ്ടത്. എക്സൈസ് മന്ത്രിയുടെയൊക്കെ പ്രതികരണങ്ങൾ ഇന്നും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബ്രൂവറിയിൽ തന്നെ കൂടുതൽ ബ്രേക്കിംഗുകൾ ഉണ്ടെന്നാണ് റഹീസ് നമ്മളെ അറിയിച്ചത്. ഇന്നത്തെ ബ്രേക്കിംഗ് വളരെ നിർണായകവുമാണ്. അതെ.